സുഹൃത്തുക്കളെ, ഇന്ന് നിങ്ങളോട് തന്നെ ഏറ്റവും സത്യസന്ധമായ ഒരു ചോദ്യം ചോദിക്കൂ. നിങ്ങളുടെ മനസ്സ് ശരിക്കും നിങ്ങളുടെ കൂടെയുണ്ടോ, അതോ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണോ? രാവിലെ കണ്ണു തുറക്കുമ്പോൾ തുടങ്ങുന്ന ആകുലതകൾ, പകൽ മുഴുവൻ നീളുന്ന അനാവശ്യ ചിന്തകൾ, കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപം, വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള പേടി. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഇതേ ചിന്തകൾ നിങ്ങളെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ മനസ്സ് അത്രമേൽ തളർന്നിരിക്കുന്നു. അത് വിഷലിപ്തമായി മാറിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഏറ്റവും അപകടകരമായ കാര്യം, ഇതെല്ലാം തികച്ചും സ്വാഭാവികമാണെന്ന് കരുതി നമ്മൾ ഇതിനെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കുന്നു എന്നതാണ്. എല്ലാവർക്കും ഇങ്ങനെ തന്നെയല്ലേ എന്ന് നമ്മൾ സ്വയം ആശ്വസിക്കും. എന്നാൽ സത്യമതല്ല. എല്ലാവരുടെയും മനസ്സ് ഇങ്ങനെയല്ല. മറിച്ച് ഇന്നത്തെ ഈ ലോകം നമ്മുടെ മനസ്സിനെ അത്തരത്തിലാക്കി മാറ്റിയതാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നു, നല്ല ഭക്ഷണം നൽകുന്നു. പക്ഷേ മനസ്സിന്റെ ശുദ്ധീകരണം നമ്മൾ എന്നേ മറന്നുപോയിരിക്കുന്നു. എത്ര വലിയ കഴിവുള്ളവനാണെങ്കിലും അശുദ്ധമായ ഒരു മനസ്സ് നിങ്ങളെ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല. ജീവിതത്തിൽ മുന്നേറാൻ അത് നിങ്ങളെ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും എല്ലാം ഉണ്ടായിട്ടും ഉള്ളിലൊരു വലിയ ശൂന്യത അനുഭവപ്പെടുന്നത്. കൈനിറയെ പണമുണ്ടാകാം, പക്ഷെ സമാധാനമില്ല. കൂടെ ആളുകളുണ്ടാകാം, പക്ഷെ മനഃശാന്തിയില്ല. വലിയ സ്വപ്നങ്ങളുണ്ടാകാം, പക്ഷെ അത് നടപ്പിലാക്കാൻ ആവശ്യമായ ധൈര്യമില്ല. നിങ്ങളുടെ മനസ്സ് ഓരോ ദിവസവും അറിഞ്ഞോ അറിയാതെയോ എത്രത്തോളം വിഷമാണ് ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിലും പ്രധാനപ്പെട്ട കാര്യം ആ വിഷത്തെ എങ്ങനെ പുറന്തള്ളണം എന്നതാണ്. കാരണം മനസ്സ് ശുദ്ധമാകാത്തിടത്തോളം കാലം നിങ്ങളുടെ കഠിനാധ്വാനവും പ്രാർത്ഥനയും പ്ലാനിങ്ങുമെല്ലാം അപൂർണമായി തന്നെ തുടരും. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നിങ്ങളുടെ മനസ്സ് ഭാരമില്ലാത്ത ഒന്നായി മാറിയാൽ, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലായാൽ, പേടി നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്നത് നിർത്തി നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ അമരക്കാരനായാൽ, ആ ജീവിതം എത്ര മനോഹരമായിരിക്കും. ഗൗതമബുദ്ധൻ പറഞ്ഞതുപോലെ, നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടം പുറംലോകത്തോടല്ല, നമ്മുടെ സ്വന്തം മനസ്സിനോടാണ്. ആകുലതയും ഭയവും വെപ്രാളവുമെല്ലാം നമ്മുടെ മനസ്സിന്റെ സൃഷ്ടികൾ മാത്രമാണ്. മറ്റാരും അതല്ല നമുക്ക് തരുന്നത്. നമ്മൾ തന്നെ അതിന് ജന്മം നൽകുന്നു, നമ്മൾ തന്നെ അതിനെ പോറ്റി വളർത്തുന്നു, ഒടുവിൽ നമ്മൾ തന്നെ അതിന്റെ ഇരകളായിത്തീരുന്നു. ഇതിൽ നിന്നൊരു മോചനം സാധ്യമാണോ? പേടിയുടെയും ആശങ്കയുടെയും വേരറുക്കാൻ മാത്രം ആഴത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. അതാണ് ഗൗതമബുദ്ധൻ ലോകത്തെ പഠിപ്പിച്ചത്. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഭയത്തിൽ നിന്നും ആകുലതകളിൽ നിന്നും മോചനം നേടിയെന്നു മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ആ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത്ഭുതവിദ്യകൾ കൊണ്ടല്ല, മറിച്ച് ചിന്തകളുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അത് സാധ്യമാക്കിയത്. നമ്മൾ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത്? ഇതിനുള്ള ഉത്തരം നമ്മുടെ തലച്ചോറിനുള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ മനസ്സിനെ പ്രധാനമായും രണ്ടായി തിരിക്കാം: ബോധമനസ്സും ഉപബോധമനസ്സും. ബോധമനസ്സ് എപ്പോഴും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും, എന്നാൽ അതിന് ശക്തി കുറവാണ്. അതേസമയം ഭയം, അപമാനം, ദേഷ്യം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങൾ ആഴത്തിൽ അനുഭവപ്പെടുമ്പോൾ അവ നേരിട്ട് നമ്മുടെ ഉപബോധമനസ്സിൽ പതിയുന്നു. ഉപബോധമനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. അത് യുക്തി നോക്കില്ല. അതിലേക്ക് എന്താണോ നൽകുന്നത് അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്കിതിന് കഴിയില്ല എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിച്ചാൽ ഉപബോധമനസ്സ് അത് സത്യമാണെന്ന് കരുതി ഉറപ്പിക്കും. പിന്നീട് ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സംശയിക്കേണ്ടിവരും. ഇതിന്റെ ഫലം എന്താണെന്നറിയാമോ? ഒരു കാര്യം തുടങ്ങുന്നതിനു മുൻപേ എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടും. എന്തെങ്കിലും പറയുന്നതിനു മുൻപ് ആളുകൾ എന്തു കരുതും എന്ന് നിങ്ങൾ ശങ്കിക്കും. ചെറിയൊരു തീരുമാനമെടുക്കാൻ പോലും നിങ്ങൾ വല്ലാതെ മടി കാണിക്കും. ഞാൻ ചെയ്യുന്നത് തെറ്റായിപ്പോകുമോ എന്ന ഒരു ചെറിയ സംശയത്തിൽ നിന്നാണ് അമിതചിന്തയുടെ ആ ചക്രവ്യൂഹം ആരംഭിക്കുന്നത്. ഈ ചിന്തകൾ പതുക്കെ നമ്മളെ തളർത്തുകയും നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുകയും ചെയ്യുന്നു. കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ സ്വന്തം ചിന്തകളുടെ തടവറയിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ഗൗതമബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അത് തന്നെയായി നിങ്ങൾ മാറുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഭയവും പശ്ചാത്താപവുമാണ് നിറയുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതവും അത്തരത്തിലായിത്തീരും. ശരിക്കും ഇത്രയധികം ചിന്തിക്കുന്നത് ഇത്ര വലിയ അപകടമാണോ? തീർച്ചയായും. അമിതചിന്ത നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു, നിങ്ങളുടെ സർഗാത്മകതയെ നശിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരിൽ നിന്ന് നിങ്ങളെ അകറ്റുന്നു. എല്ലാത്തിലുമുപരി ഈ നിമിഷം ജീവിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ അത് ഇല്ലാതാക്കുന്നു. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒന്നുകിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് സങ്കടപ്പെടുകയാകും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുകയാകും. ജീവിതമെന്നത് ഇപ്പോൾ മാത്രമാണ്, പക്ഷേ ഈ നിമിഷം ആസ്വദിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സത്യം. ആരാണ് അമിതമായി ചിന്തിക്കാത്തവർ? തന്നിൽ തന്നെ വിശ്വാസമർപ്പിക്കുന്നവരാണവർ. അവർ തെറ്റുകളെ ഒരു പാഠമായി കാണുന്നു, അല്ലാതെ ഒരു ശിക്ഷയായോ ശാപമായോ അല്ല.
സ്വന്തം വികാരങ്ങളെ അവർ തിരിച്ചറിയുന്നുണ്ടെങ്കിലും അതിൽ ചെന്നുകുടുങ്ങാറില്ല. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കണമെന്ന വാശി അവർക്കില്ല. ചില കാര്യങ്ങളെ അതിന്റെ വഴിക്ക് വിടുന്നതാണ് സമാധാനമെന്ന് അവർക്കറിയാം. ഇന്ന് ലോകത്ത് മൂന്നിലൊരാളെയും അലട്ടുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ അമിതചിന്ത. ചിന്തിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ചിന്തകൾ നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ അത് ജീവിതത്തിന് ഒരു ശിക്ഷയായി മാറുന്നു. നമ്മളറിയാതെ തന്നെ ഈ ശീലം നമ്മളിൽ ആഴത്തിൽ വേരൂറുന്നു. സന്തോഷങ്ങളെ വിഴുങ്ങുന്ന, നമ്മുടെ ഇന്നുകളെ നശിപ്പിക്കുന്ന, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഭയപ്പെടുത്തി നമ്മളെ തകർക്കുന്ന ഒരു നിശബ്ദ വിഷമാണത്. നമ്മൾ എന്തിനാണ് ഇത്രയധികം ചിന്തിക്കുന്നത്? അതിന്റെ പ്രധാന കാരണം അനിശ്ചിതത്വവും ഭയവുമാണ്. നാളെ എന്ത് സംഭവിക്കും, മറ്റുള്ളവർ എന്ത് കരുതും, അല്ലെങ്കിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ അതിന്റെ ഫലം എന്തായിരിക്കും എന്നൊക്കെയുള്ള പേടി നമ്മുടെ മനസ്സിനെ ഒരേ ചിന്ത തന്നെ ആവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഈ ആവർത്തനം നമുക്ക് പരിഹാരമല്ല നൽകുന്നത്, മറിച്ച് ആശയക്കുഴപ്പവും അസ്വസ്ഥതയുമാണ്. നമ്മുടെ തലച്ചോറിന്റെ ഘടന തന്നെ സുരക്ഷിതത്വവും വ്യക്തതയും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് ലഭിക്കാതെ വരുമ്പോൾ മനസ്സ് വീണ്ടും വീണ്ടും ചിന്തിച്ചുകൂട്ടുന്നു. എന്നാൽ ഈ ചിന്തകൾ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? മനഃശാസ്ത്രപരമായ പഠനങ്ങൾ പറയുന്നത് അമിതമായി ചിന്തിക്കുന്നവരുടെ മനസ്സ് പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവ ആവർത്തിക്കുക മാത്രമാണ് എന്നാണ്. അതായത്, നമ്മൾ പരിഹാരമല്ല തേടുന്നത്, ആ പ്രശ്നത്തെ തന്നെ പല രൂപത്തിൽ മനസ്സിലിട്ട് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഊർജ്ജത്തെ പൂർണ്ണമായും ചോർത്തിക്കളയുന്നു. ഇത് ദിവസവും തുടരുമ്പോൾ ഉത്കണ്ഠയും ഉറക്കമില്ലായ്മയും ആത്മവിശ്വാസക്കുറവും വിഷാദവുമെല്ലാം നമ്മളെ തേടിയെത്തുന്നു. ഇത്രയധികം ചിന്തിക്കാത്തവർ ഉത്തരവാദിത്തമില്ലാത്തവരാണെന്ന് ഇതിനർത്ഥമില്ല. ചിന്തിക്കുന്നതും അമിതമായി ചിന്തിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം അവർക്കറിയാം. സ്വന്തം നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആകുലപ്പെടുന്നത് സ്വയം പീഡിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നെഗറ്റീവ് ചിന്തകൾ എങ്ങനെ നമ്മുടെ തീരുമാനങ്ങളെ തെറ്റിക്കുന്നുവെന്നും അമിതചിന്ത നമ്മുടെ ഊർജ്ജം എങ്ങനെ കവർന്നെടുക്കുന്നുവെന്നും നമ്മൾ ചർച്ച ചെയ്യും. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എങ്ങനെ നമ്മുടെ മനസ്സിന്റെ തടവുകാരായി മാറുന്നുവെന്ന് നമുക്ക് തിരിച്ചറിയാം. ഒപ്പം മനസ്സിനെ എങ്ങനെ ശുദ്ധീകരിക്കാം, ചിന്തകളുടെ ഭാരം എങ്ങനെ കുറയ്ക്കാം, ഉള്ളിൽ നിന്ന് എങ്ങനെ ശക്തരാകാം എന്നും നമ്മൾ പഠിക്കും. ഇത് കേവലം കേട്ടിരിക്കാനുള്ള ഒരു വീഡിയോ അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു മാറ്റത്തിനായുള്ള തുടക്കമാണ്. ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ടു പോകാം. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനുള്ള ചില പ്രായോഗിക വഴികൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഈ വാക്കുകൾ കേവലം കേട്ടിരിക്കാനുള്ളതല്ല, മറിച്ച് ആഴത്തിൽ അനുഭവിക്കാനുള്ളതാണ്. ചില സത്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഉള്ളിൽ തറച്ചേക്കാം, ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥരാക്കിയേക്കാം. എന്നാൽ ഓർക്കുക, സത്യം നമ്മളെ വേദനിപ്പിക്കാത്തിടത്തോളം കാലം നമ്മളിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. നിങ്ങളുടെ ജീവിതം വെറുതെ മുന്നോട്ടു പോയാൽ പോരാ, അത് ശരിയായ ദിശയിൽ സഞ്ചരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ശത്രുവല്ല, മറിച്ച് ഏറ്റവും വലിയ കൂട്ടുകാരനായി മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. നമുക്ക് ആദ്യം ഭൂരിഭാഗം ആളുകളും അറിയാതെ സ്വന്തം ചുമലിലേറ്റുന്ന ആ വലിയ ഭാരത്തെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞുപോയ കാലവും വരാനിരിക്കുന്ന നാളെയെക്കുറിച്ചുള്ള ആകുലതയും. നമ്മുടെ മനസ്സ് ഒന്നുകിൽ ഭൂതകാലത്തിലേക്ക് പിന്നോട്ടോടും, അല്ലെങ്കിൽ ഭാവിയിലേക്ക് മുന്നോട്ടു കുതിക്കും. പക്ഷേ നിൽക്കേണ്ടിടത്ത്, അതായത് ഈ നിമിഷത്തിൽ ശാന്തമായി നിലയുറപ്പിക്കാൻ അത് തയ്യാറാകില്ല. കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ തെറ്റുകൾ, പൂർത്തിയാക്കാൻ കഴിയാത്ത തീരുമാനങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, അന്ന് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള ചിന്തകൾ. ആയിരുന്നെങ്കിൽ എന്ന ഈയൊരൊറ്റ വാക്ക് നമ്മുടെ മനസ്സിനെ അത്രമേൽ തളർത്തിക്കളയുന്നുണ്ട്. കാരണം ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് വേദന വർദ്ധിപ്പിക്കുകയേയുള്ളൂ, അല്ലാതെ യാതൊരു പ്രയോജനവുമില്ലെന്ന് നാം തിരിച്ചറിയണം. മറുഭാഗത്ത് ഭാവിയെക്കുറിച്ചുള്ള പേടിയാണ് നമ്മളെ ഭരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഇങ്ങനെ ആയില്ലെങ്കിലോ? കരിയർ, പണം, ബന്ധങ്ങൾ, സമൂഹം എല്ലാം കൂടി ഒന്നിച്ച് തലയ്ക്കുള്ളിൽ വട്ടം ചുറ്റാൻ തുടങ്ങും. ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ, ആ ഭാവി ഇതുവരെ വന്നിട്ടുപോലുമില്ല എന്നതാണ്. പക്ഷേ അതിന്റെ മുഴുവൻ ഭാരവും നമ്മൾ ഇന്നേ ചുമക്കാൻ തുടങ്ങുന്നു. ഫലമോ? നമുക്കിന്നത്തെ ഈ നിമിഷത്തെ വേണ്ട പോലെ ആസ്വദിക്കാനോ നാളെയെ ശരിയായി രൂപപ്പെടുത്താനോ കഴിയുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, മനസ്സിന് ഏറ്റവും കൂടുതൽ സമാധാനം ലഭിക്കുന്നത് ഈ നിമിഷം സുരക്ഷിതമാണെന്ന് അതിന് ബോധ്യം വരുമ്പോഴാണ്. കാര്യങ്ങൾ എന്റെ നിയന്ത്രണത്തിലല്ല എന്ന ഭയത്തിൽ നിന്നാണ് മിക്ക ഉത്കണ്ഠകളും ഉടലെടുക്കുന്നത്. എന്നാൽ സത്യമിതാണ്, കഴിഞ്ഞുപോയ കാലം ഒരിക്കലും നിങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നില്ല. വരാനിരിക്കുന്ന നാളെയും പൂർണ്ണമായും നിങ്ങളുടെ വരുതിയിലായിരിക്കില്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് ഒരേയൊരു കാര്യമാണ്: ഇപ്പോഴത്തെ ഒരു തീരുമാനം, ഇപ്പോഴത്തെ ഒരു ചുവട്, ഇപ്പോഴത്തെ ഒരു പ്രവൃത്തി. കഴിഞ്ഞ കാലത്തെ ഒരു ശിക്ഷയായി കാണാതെ ഒരു പാഠമായി കാണാൻ തുടങ്ങുമ്പോൾ അതിന്റെ വിഷം തനിയെ ഇറങ്ങാൻ തുടങ്ങും. ഭാവിയെ പേടിയോടെ നോക്കാതെ ഒരു തയ്യാറെടുപ്പായി കാണുമ്പോൾ അതിന്റെ ആകുലതകളും ലഘൂകരിക്കപ്പെടും. എപ്പോഴും പിന്നോട്ട് ഓടേണ്ടതില്ലെന്നും എപ്പോഴും മുന്നോട്ട് കുതിക്കേണ്ടതില്ലെന്നും മനസ്സിനെ പഠിപ്പിക്കണം.
ചിലപ്പോഴൊന്ന് ശാന്തമായി ശ്വാസമെടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബുദ്ധിപരമായ കാര്യം. ഓർക്കുക, ജീവിതം മുന്നോട്ടോ പിന്നോട്ടോ അല്ല സഞ്ചരിക്കുന്നത്, ജീവിതം എപ്പോഴും ഇപ്പോഴാണ്. സ്വന്തം ഇന്നിനെ പരിപാലിക്കുന്നവന്റെ നാളെ തനിയെ മനോഹരമാകും. കഴിഞ്ഞുപോയ കാലത്തെ ആദരവോടെ വിട്ടയക്കുക. വരാനിരിക്കുന്ന നാളെയിൽ വിശ്വാസമർപ്പിക്കുക. ഈ നിമിഷത്തിൽ പൂർണ്ണ മനസ്സോടെ നിലയുറപ്പിക്കുക. ഇതാണ് മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ വഴി. ഇനി ഭൂരിഭാഗം ആളുകളും വലിയ ബുദ്ധിയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ ശീലത്തെക്കുറിച്ച് സംസാരിക്കാം. അമിതചിന്ത അഥവാ ഓവർ തിങ്കിങ്. സത്യത്തിൽ ഇത് മനസ്സിനെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ഒന്നാണ്. ഒരേ കാര്യം തന്നെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും വട്ടം ചുറ്റിക്കുക. ഓരോ സാഹചര്യത്തിനും 100 ഫലങ്ങൾ കണ്ടെത്തുക. അതിൽ ഭൂരിഭാഗവും നെഗറ്റീവ് ഫലങ്ങൾ മാത്രമായിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ തുടങ്ങുന്നു. എപ്പോഴാണ് മനസ്സ് ദിവസം മുഴുവൻ അതിൽ കുടുങ്ങിപ്പോയതെന്ന് നിങ്ങൾ പോലും അറിയില്ല. ശരീരം ഒരിടത്തിരിക്കുകയാണെങ്കിലും മനസ്സ് ഒരു മാരത്തൺ ഓടുകയായിരിക്കും. നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് ഒരു ദിവസം തളർന്നു വീഴുക തന്നെ ചെയ്യും. അമിതചിന്തയുടെ ഏറ്റവും വലിയ ദോഷം അത് നിങ്ങളെ ഈ നിമിഷത്തിൽ നിന്ന് മോഷ്ടിക്കുന്നു എന്നതാണ്. മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂടെയായിരിക്കുമ്പോഴും നിങ്ങൾ അവിടെയുണ്ടാകില്ല. നിങ്ങളുടെ മനസ്സ് മറ്റേതോ ലോകത്തായിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നതിനു പകരം നാളെയെക്കുറിച്ചുള്ള ആകുലതകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് നമ്മളിൽ പലരും. അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും? ഇതൊക്കെ എങ്ങനെ ശരിയാകും? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സ് ആവർത്തിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ മാത്രം അത് പലപ്പോഴും മറന്നുപോകുന്നു. വർത്തമാനകാലത്തിൽ നിന്നുള്ള ഈ ശ്രദ്ധ മാറലാണ് പലപ്പോഴും പിഴവുകൾക്ക് കാരണമാകുന്നത്. ആ പിഴവുകൾ വീണ്ടും ചിന്തിക്കാനുള്ള ഒരു കാരണമായി മനസ്സുപയോഗിക്കുന്നു. അങ്ങനെ നാം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടുപോകുന്നു. കൂടുതൽ ചിന്തിച്ചാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കുന്നുണ്ടാകാം. എന്നാൽ സത്യം അതല്ല. അമിതമായ ചിന്തകൾ തീരുമാനമെടുക്കാനുള്ള നിങ്ങളുടെ ശേഷിയെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത്രയധികം സാധ്യതകൾക്ക് മുന്നിൽ നാം പകച്ചു നിൽക്കും. ഓരോന്നിനെയും ഇഴകീറി പരിശോധിക്കുമ്പോൾ ഒരു ചെറിയ ചുവടുപോലും മുന്നോട്ട് വയ്ക്കാൻ ഭയം തോന്നും. അങ്ങനെ കാര്യങ്ങൾക്കെല്ലാം വ്യക്തതയുണ്ടെങ്കിലും പ്രായോഗികമായി ഒന്നും ചെയ്യാത്ത ഒരാളായി നാം മാറിപ്പോകുന്നു. മനസ്സിന് വേണ്ടത് എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമല്ല, മറിച്ച് ശരിയായ ഒരു ദിശയാണ്. ഓരോ ചിന്തയുടെയും പിന്നാലെ ഓടുന്നത് നിർത്തിയാൽ മാത്രമേ അമിതചിന്തയിൽ നിന്ന് മോചനം ലഭിക്കൂ. അനാവശ്യമായ ഒരു ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ, ഇപ്പോഴല്ല, എനിക്കിപ്പോൾ ഈ നിമിഷത്തിലാണ് ജീവിക്കേണ്ടത് എന്ന് സ്വയം പറയുക. വരാനിരിക്കുന്ന ദൂരത്തെ മുഴുവൻ ഓർത്ത് വേവലാതിപ്പെടേണ്ടതില്ല. മുന്നിലുള്ള അടുത്ത വളവ് കാണാൻ കഴിയുന്നത് തന്നെ ധാരാളമാണ്. മനസ്സിനെ എപ്പോഴും എന്തിലെങ്കിലും തളച്ചിടാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കുമ്പോൾ അത് തനിയെ ശാന്തമാകാൻ തുടങ്ങും. അല്പം നിശബ്ദതയും ലളിതമായ ജീവിതവും ഈ നിമിഷത്തിലുള്ള വിശ്വാസവുമാണ് അമിതചിന്തയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്ന്. ഓർക്കുക, ഉറങ്ങുമ്പോഴല്ല മനസ്സിന് വിശ്രമം ലഭിക്കുന്നത്, മറിച്ച് അനാവശ്യ ചിന്തകൾ ഉപേക്ഷിക്കുമ്പോഴാണ്. ഇനി നമ്മുടെ ഉള്ളിൽ അറിയാതെ അടിഞ്ഞുകൂടുന്ന ആ മാനസിക വിഷത്തെക്കുറിച്ച് സംസാരിക്കാം. ടെൻഷനും സങ്കടവും അമിതചിന്തയുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണെന്നും അത് സ്വാഭാവികമാണെന്നും നാം കരുതിവച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും സാധാരണമായ കാര്യങ്ങളല്ല. ഇത് നമ്മുടെ ചിന്തകളെയും ഊർജ്ജത്തെയും നശിപ്പിക്കുന്ന ഒരു നിശബ്ദ വിഷമാണ്. ശരീരത്തിൽ അഴുക്കടിഞ്ഞുകൂടിയാൽ രോഗങ്ങൾ വരുന്നതുപോലെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളും ഭയവും പരാതികളും നിറഞ്ഞാൽ ജീവിതത്തിന് ഭാരം അനുഭവപ്പെടാൻ തുടങ്ങും. ഒരു കാരണവുമില്ലാതെ നിങ്ങൾക്ക് തളർച്ചയും ദേഷ്യവും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളെത്തന്നെ വെറുക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ആ വിഷം നിങ്ങളെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല, വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതാണ്. കുട്ടിക്കാലത്ത് കേട്ട പരിഹാസങ്ങൾ, പരാജയങ്ങൾ, തകർന്ന ബന്ധങ്ങൾ, സോഷ്യൽ മീഡിയയിലെ താരതമ്യങ്ങൾ, ഇതെല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിനെ ഒരു പാഴ്വസ്തുക്കളുടെ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. അല്പം വിശ്രമിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് നാം കരുതും. പക്ഷേ വിശ്രമം കൊണ്ടല്ല, ശരിയായ തിരിച്ചറിവുകൊണ്ടാണ് മനസ്സ് ശുദ്ധമാകുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ അത് പുറന്തള്ളാൻ കഴിയില്ല. ദേഷ്യവും പേടിയും അമിതചിന്തയും എവിടെ നിന്നാണ് വരുന്നത് എന്ന് നാം ചിന്തിക്കണം. പ്രതീക്ഷകൾ തകരുമ്പോൾ ദേഷ്യവും ആത്മവിശ്വാസമില്ലാത്തപ്പോൾ ഭയവുമുണ്ടാകുന്നു. മനസ്സിന് അനാവശ്യമായ ഭക്ഷണം നൽകുമ്പോഴാണ് അമിതചിന്ത തുടങ്ങുന്നത്. നെഗറ്റീവ് വാർത്തകൾ, അനാവശ്യ സംസാരങ്ങൾ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എന്നെ ഉപേക്ഷിക്കേണ്ടിയിരുന്ന കൈപ്പേറിയ ഓർമ്മകൾ, ഇവയെല്ലാം ആ അനാവശ്യ ഭക്ഷണങ്ങളാണ്. ഈ വിഷാംശങ്ങളെ തിരിച്ചറിഞ്ഞ് പുറന്തള്ളാൻ നാം തയ്യാറാകണം. പതുക്കെ പതുക്കെ മനസ്സ് ഇത്തരം നെഗറ്റീവ് ചിന്തകൾക്ക് അടിമപ്പെട്ടുപോകുന്നു. പിന്നീട് ഇതൊന്നുമില്ലാതെ മനസ്സിന് ഒരു നിമിഷം പോലും ഇരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നെത്തുന്നു. ഈ അധ്യായം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം ഇതാണ്. നിങ്ങൾ ഓരോ ദിവസവും മനസ്സിന് എന്തു നൽകുന്നുവോ നിങ്ങളുടെ മനസ്സ് അത്തരത്തിലായി മാറും. നിങ്ങൾ എന്നും പരാതികളാണ് നൽകുന്നതെങ്കിൽ എന്തിലും കുറ്റം കണ്ടെത്താൻ മനസ്സ് ശീലിക്കും. ഭയമാണ് നൽകുന്നതെങ്കിൽ എല്ലാ നല്ല അവസരങ്ങളിലും അപകടം മാത്രം തിരയാൻ അത് പ്രേരിപ്പിക്കും. മറ്റുള്ളവരുമായുള്ള താരതമ്യമാണ് നിങ്ങൾ മനസ്സിന് നൽകുന്നതെങ്കിൽ ഒരിക്കലും സമാധാനം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് പ്രശ്നം പുറത്തല്ല,
നിങ്ങളുടെ ഉള്ളിലാണെന്ന് ആദ്യം തിരിച്ചറിയുക. ലോകമോ ആളുകളോ മാറിയെന്നു വരില്ല, പക്ഷേ നിങ്ങളുടെ മനസ്സ് ശുദ്ധമായാൽ ഈ ലോകം നിങ്ങൾക്ക് കൂടുതൽ ലളിതമായി അനുഭവപ്പെടും. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങളെ ഉണർത്താനാണ് ഈ വാക്കുകൾ. മറ്റുള്ളവർ കാരണമാണ് എന്റെ അവസ്ഥ ഇങ്ങനെയായത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നിടത്തോളം കാലം മനസ്സിന്റെ ശുദ്ധീകരണം തുടങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്നത് എന്തുതന്നെയായാലും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുക. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ തന്നെ അതിന്റെ നിയന്ത്രണവും നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു. ഇവിടെയാണ് മാറ്റത്തിന്റെ തുടക്കം. ഉള്ളിലെ വിഷാംശത്തെ തിരിച്ചറിയുകയും അത് പുറന്തള്ളാൻ ധൈര്യം കാണിക്കുകയും ചെയ്യുക. കാരണം തെളിഞ്ഞ മനസ്സ് തന്നെയാണ് തെളിഞ്ഞ ജീവിതത്തിന്റെ ഒന്നാമത്തെ നിബന്ധന. ഇനി നമ്മുടെ സ്വപ്നങ്ങൾ ജനിക്കുന്നതിനു മുൻപേ അവയെ കൊന്നൊടുക്കുന്ന ആ നിശബ്ദ വില്ലനെക്കുറിച്ച് സംസാരിക്കാം. അതാണ് ഭയവും സ്വയം തോന്നുന്ന സംശയവും. പരാജയപ്പെടുമോ എന്ന പേടി, ആളുകൾ എന്തു കരുതും എന്ന പേടി, പരിഹസിക്കപ്പെടുമോ എന്ന പേടി. ഇതിലേറ്റവും അപകടകാരി നമ്മളിൽ തന്നെ നമുക്ക് തോന്നുന്ന അവിശ്വാസമാണ്. ഈ പേടി അത്ര വലിയ ബഹളമൊന്നും ഉണ്ടാക്കില്ല, മറിച്ച് അത് നിശബ്ദമായി നിങ്ങളുടെ ഉള്ളിലിരുന്ന് ഓരോ അവസരത്തിലും പതുക്കെ മന്ത്രിക്കും, വേണ്ട, ഇത് ചെയ്യണ്ട, റിസ്ക് എടുക്കണ്ട, സുരക്ഷിതമായി ഇരുന്നോളൂ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കരുതും പേടി നമ്മളെ സഹായിക്കുകയാണെന്ന്, കാരണം ബുദ്ധിപൂർവമായ തീരുമാനമാണെന്ന് അത് നമ്മളെ തോന്നിപ്പിക്കും. എന്നാൽ സത്യത്തിൽ ഭയം വരുന്നത് പുറംലോകത്തു നിന്നല്ല, ഉള്ളിലെ കൈപ്പേറിയ ഓർമ്മകളിൽ നിന്നാണ്. പണ്ട് ആരോ ഒരാൾ പറഞ്ഞ നിനക്കിത് കഴിയില്ല എന്ന വാക്കോ അല്ലെങ്കിൽ പണ്ട് പരാജയപ്പെട്ട ഒരു നിമിഷമോ ആയിരിക്കാം ഈ പേടിയുടെ വേര്. പിന്നീട് എത്ര നല്ല അവസരം വന്നാലും മനസ്സ് ആദ്യം ആ പഴയ വേദനയെ ഓർമ്മിക്കുകയും സ്വയം രക്ഷിക്കാനെന്ന വ്യാജേന നമ്മളെ പിന്നോട്ട് വലിക്കുകയും ചെയ്യും. പക്ഷേ ഭയം നിങ്ങളെ സംരക്ഷിക്കുകയല്ല, മറിച്ച് നിങ്ങളെ തളച്ചിടുകയാണ് ചെയ്യുന്നത്. സ്വയം തോന്നുന്ന സംശയം ഭയത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ വരുമ്പോൾ ഓരോ തീരുമാനവും ഒരു വലിയ ഭാരമായി തോന്നും. നിങ്ങൾ മറ്റുള്ളവരുടെ ഉപദേശത്തിനായി കാത്തുനിൽക്കും, എന്നാൽ അപ്പോഴും നിങ്ങൾ സംതൃപ്തനാകില്ല. കാരണം പ്രശ്നം നിങ്ങളുടെ തീരുമാനത്തിലല്ല, ആത്മവിശ്വാസക്കുറവിലാണ്. നിങ്ങൾ നിങ്ങളെ ദുർബലനായി കാണുന്നിടത്തോളം കാലം ലോകവും നിങ്ങളെ ദുർബലനായി തന്നെ കാണും. മുന്നോട്ടു പോകാൻ നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കാതെ ഒരു അവസരവും നിങ്ങൾക്കായി കാത്തുനിൽക്കില്ല. അവസാനമായി നമ്മുടെ കണ്ണിൽപ്പെടാത്ത ആ ശത്രുവിനെക്കുറിച്ച് പറയാം, നെഗറ്റീവ് ചിന്തകളുടെ വലക്കണ്ണികൾ. ഇതൊരു ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ സാഹചര്യങ്ങളെയും ആ ഒരു കറുത്ത കണ്ണിലൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. എന്തിലും ഏതിലും കുറവുകൾ കണ്ടെത്താനും എല്ലാത്തിലും അപകടം ദർശിക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം എണ്ണാനും മനസ്സ് തുടങ്ങും. പതുക്കെ പതുക്കെ ഈ ലോകം തന്നെ അത്ര ശരിയല്ല എന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. നെഗറ്റീവ് ചിന്തകൾ എന്നത് ഒരു ശീലമാണ്, അത് ആവർത്തിക്കുന്തോറും ശക്തിപ്പെടും. എന്നാൽ ഈ വലയിൽ നിന്ന് പുറത്തുകടക്കാനും ജീവിതത്തെ പുതിയൊരു വെളിച്ചത്തിൽ കാണാനും നമുക്ക് സാധിക്കും. ഈ ലോകം മുഴുവൻ മോശക്കാരാണ്, എന്റെ വിധി മാത്രമാണ് ശരിയല്ലാത്തത് എന്ന് നമ്മൾ പലപ്പോഴും പരിഭവിക്കാറുണ്ട്. എന്നാൽ സത്യമെന്താണെന്നറിയാമോ? ഈ ലോകം എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. മാറിയത് നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. നെഗറ്റീവ് ചിന്തകൾ പെട്ടെന്നൊരു ദിവസം ആകാശത്തുനിന്ന് വീണതല്ല. എനിക്കിതിന് കഴിയില്ല, ഞാൻ അത്ര പോരാ, ആളുകൾ എന്തു പറയും, ഞാൻ പരാജയപ്പെടുമോ എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ നാം ആവർത്തിച്ചു പറയുമ്പോൾ നമ്മുടെ മനസ്സ് അതൊരു കൽപ്പനയായി സ്വീകരിക്കുന്നു. പിന്നെ നമ്മൾ അറിയാതെ തന്നെ ആ ചിന്തകൾ നമ്മളെ തളച്ചിടും. ഒരു നല്ല അവസരം മുന്നിൽ വരുമ്പോൾ അത് ഏറ്റെടുക്കുന്നതിനു മുൻപേ ഇത് നടക്കില്ല എന്ന് നാം സ്വയം വിശ്വസിപ്പിക്കുന്നു. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ സംരക്ഷിക്കുകയാണെന്ന് നമുക്ക് തോന്നും. കൂടുതൽ പ്രതീക്ഷിക്കണ്ട, സങ്കടപ്പെടേണ്ടി വരും, ശ്രമിക്കണ്ട, തോറ്റുപോയാൽ നാണക്കേടാണ് എന്ന് മനസ്സ് മന്ത്രിക്കും. പക്ഷേ ഇത് സംരക്ഷണമല്ല, മറിച്ച് കമ്പികളില്ലാത്ത ഒരു തടവറയാണ്. അവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് വളരാൻ കഴിയില്ല. വീഴാൻ പേടിച്ച് നിങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും പറക്കാനും കഴിയില്ല. ഈ തടവറയിൽ നിന്ന് പുറത്തുകടക്കാനുള്ള ആദ്യപടി ആ ചിന്തകളെ തിരിച്ചറിയുക എന്നതാണ്. ഒരു നെഗറ്റീവ് ചിന്ത മനസ്സിൽ വരുമ്പോൾ സ്വയം ചോദിക്കൂ, ഇത് സത്യമാണോ, അതോ എന്റെ വെറും പേടിയാണോ? ഇതിന് വല്ല തെളിവുമുണ്ടോ, അതോ ഞാൻ വെറുതെ ഊഹിക്കുകയാണോ? പലപ്പോഴും അത് വെറും നിഴലുകൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. നിഴലുകളെ തിരിച്ചറിയുമ്പോൾ അവയുടെ ശക്തി ഇല്ലാതാകുന്നു. നിങ്ങളുടെ ഓരോ ചിന്തയെയും വിശ്വസിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരല്ല. ചിന്തകൾ വരും പോകും, അവയെ മുറുകെ പിടിക്കണോ അതോ വിട്ടയക്കണോ എന്നത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. മനസ്സ് ഭാരമില്ലാത്തതാകുമ്പോൾ ജീവിതം എത്രയോ ലളിതമായി മാറും. നെഗറ്റീവ് ചിന്തകളോട് മല്ലിടുകയല്ല വേണ്ടത്, പകരം അവയെ തിരിച്ചറിഞ്ഞ് ആ സ്ഥാനത്ത് സത്യത്തെയും വിവേകത്തെയും പ്രതിഷ്ഠിക്കുകയാണ് വേണ്ടത്. ഇവിടെയാണ് യഥാർത്ഥ മനഃശുദ്ധീകരണം ആരംഭിക്കുന്നത്. ഇതുവരെയുള്ള നമ്മുടെ ചർച്ചയിൽ മനസ്സിനുള്ളിലെ വിഷാംശത്തെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അഴുക്കുകൾ എങ്ങനെ കഴുകിക്കളയാമെന്ന് നോക്കാം. പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അവ പരിഹരിക്കാനുള്ള പ്രായോഗികമായ മാറ്റങ്ങൾ കൂടി നാം വരുത്തണം. മനസ്സിനെ ശുദ്ധീകരിക്കാൻ വെറും ചിന്തകളിലല്ല, നമ്മുടെ ശീലങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്.
കാരണം നമ്മൾ നൽകുന്ന ചുറ്റുപാടിൽ നിന്നാണ് മനസ്സ് ചിന്തകളെ രൂപപ്പെടുത്തുന്നത്. ദിവസം മുഴുവൻ നെഗറ്റീവ് വാർത്തകളും അനാവശ്യ സംസാരങ്ങളും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടിരുന്നാൽ മനസ്സ് അശുദ്ധമായി തന്നെ തുടരും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഇൻപുട്ടുകൾ അഥവാ ഉള്ളിലേക്കെത്തുന്ന കാര്യങ്ങൾ കുറയ്ക്കുക എന്നതാണ്. ലോകത്തുള്ള എല്ലാ കാര്യത്തോടും പ്രതികരിക്കേണ്ടതില്ല. ഓരോ സന്ദേശത്തിനും ഉടൻ മറുപടി നൽകണമെന്നോ എല്ലാ വിഷയത്തിലും സ്വന്തം അഭിപ്രായം രേഖപ്പെടുത്തണമെന്നോ യാതൊരു നിർബന്ധവുമില്ല. രണ്ടാമത്തെ കാര്യം, നിശബ്ദതയെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ്. ഇന്ന് പലരും നിശബ്ദതയെ ഭയപ്പെടുന്നു. കാരണം ആ നേരത്താണ് മനസ്സ് അതിന്റെ യഥാർത്ഥ മുഖം നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഈ നിശബ്ദത തന്നെയാണ് മനസ്സിനുള്ള ഏറ്റവും വലിയ മരുന്ന്. ദിവസവും കുറച്ചു സമയം മൊബൈലോ മറ്റു ബഹളങ്ങളോ ഇല്ലാതെ തനിയെയിരിക്കാൻ ശീലിക്കൂ. തുടക്കത്തിൽ ചെറിയ അസ്വസ്ഥത തോന്നാം. പക്ഷേ ആ അസ്വസ്ഥത തന്നെയാണ് നിങ്ങളുടെ മനസ്സിന് അടിയന്തിരമായി ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്നതിന്റെ തെളിവ്. മൂന്നാമതായും ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് ഓരോ ചിന്തയെയും അന്ധമായി വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കുക എന്നതാണ്. ചിന്തകൾക്ക് അമിത പ്രാധാന്യം നൽകുന്നത് നിർത്തുന്നതോടെ മനസ്സ് പതുക്കെ പതുക്കെ ശാന്തതയുടെ തീരത്തെത്തും. ഉള്ളിലെ ഈ ശുദ്ധീകരണം പൂർത്തിയാകുമ്പോൾ നിങ്ങൾ കാണുന്ന ലോകം മറ്റൊന്നായിരിക്കും. ചില ചിന്തകൾ വന്നും പോയുമിരിക്കട്ടെ, അതിൽ നമുക്കാവശ്യമുള്ളവ മാത്രം ചേർത്ത് പിടിക്കാം. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ കടന്നുവരുമ്പോൾ അവയെ ബലം പ്രയോഗിച്ച് അമർത്താൻ നോക്കരുത്. പകരം ആ ചിന്തകളെ വെറുതെ ഒന്ന് തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങളുടെ ശ്രദ്ധയും ഊർജവും മറ്റേതെങ്കിലും പ്രവൃത്തിയിലേക്ക് തിരിച്ചുവിടുക. അത് ജോലിയാകാം, ഒരു നടത്തമാകാം, എഴുത്താകാം, അല്ലെങ്കിൽ ആഴത്തിലുള്ള വെറുമൊരു ശ്വാസോച്ഛ്വാസം മാത്രമാകാം. മനസ്സിന് ശരിയായ ഒരു ദിശ കാണിച്ചുകൊടുത്താൽ അനാവശ്യമായ അലച്ചിലുകൾ അത് തനിയെ അവസാനിപ്പിക്കും. ഈ പാഠം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: മനസ്സ് ഒരു ദിവസം കൊണ്ട് വൃത്തിയാക്കിയെടുക്കാൻ കഴിയില്ല. പക്ഷേ ഓരോ ദിവസവും അത് കുറച്ചുകൂടി തെളിമയുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ പൂർണ്ണതയുള്ളവരാകണം എന്നല്ല, മറിച്ച് നിങ്ങളുടെ ഓരോ ചിന്തയെക്കുറിച്ചും ബോധമുള്ളവരാകണം എന്നാണ് ഇതിനർത്ഥം. മനസ്സിന്റെ ശുദ്ധീകരണം സ്വന്തം ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന നിമിഷം മുതൽ ഉള്ളിൽ ഒരു വലിയ ഭാരം ഒഴിഞ്ഞുപോയതുപോലെ നിങ്ങൾക്ക് തോന്നും. അവിടെ നിന്നാണ് പുതിയൊരു ചിന്തയുടെയും പുതിയൊരു ഊർജ്ജത്തിന്റെയും മനോഹരമായ ഒരു ജീവിതത്തിന്റെയും തുടക്കം കുറിക്കുന്നത്. അധ്യായം 7: പുതിയ തുടക്കവും ദിനചര്യയാക്കേണ്ട മാനസിക ശുദ്ധീകരണവും. ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രായോഗികവുമായ ഭാഗമാണിത്. കാരണം കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഒരു വശമാണെങ്കിൽ അത് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് യഥാർത്ഥ മാറ്റം സംഭവിക്കുന്നത്. മനസ്സിനെ ശുദ്ധീകരിക്കുന്നത് ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് അതൊരു ശീലമായി മാറ്റേണ്ടതാണെന്ന് ഈ അധ്യായം വ്യക്തമാക്കുന്നു. ശരീരത്തിന് എന്നും ആഹാരം ആവശ്യമുള്ളതുപോലെ മനസ്സിനും എന്നും ശുദ്ധിയാകാനുള്ള അവസരം നൽകണം. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം ശരിയാകുമെന്നും മനസ്സ് പൂർണ്ണമായി ശാന്തമാകുമെന്നും കരുതുന്നവരാണ് ഭൂരിഭാഗം പേരും. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നമ്മുടെ മനസ്സിനെ ഓരോ ദിവസവും നാം തന്നെ പരിപാലിക്കേണ്ടതുണ്ട്. ചില ദിവസങ്ങൾ വളരെ നല്ലതായിരിക്കും, ചിലപ്പോൾ മനസ്സ് ഭാരപ്പെട്ടേക്കാം. പക്ഷേ അത്തരം ഭാരമുള്ള ദിവസങ്ങളെ ഇനി നിങ്ങൾ ഭയപ്പെടില്ല. കാരണം ആ ഭാരം എങ്ങനെ ഇറക്കിവെക്കണമെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. ഓരോ പുലരിയിലും സ്വയം ഒരു ചെറിയ ചോദ്യം ചോദിക്കുക: ഇന്ന് ഞാൻ എന്തിൽ നിന്നൊക്കെയാണ് എന്റെ മനസ്സിനെ അകറ്റി നിർത്തുക? അത് അനാവശ്യമായ താരതമ്യങ്ങളാകാം, പരാതികളാകാം, അല്ലെങ്കിൽ പഴയ മുറിവുകളാകാം. ഓരോ ദിവസവും മനസ്സിനെ ശുദ്ധീകരിക്കാൻ ലളിതമായ ഒരു വഴി ഈ അധ്യായം പറഞ്ഞുതരുന്നുണ്ട്. പ്രഭാതത്തിൽ കുറച്ചു സമയം നിങ്ങൾക്കായി മാറ്റിവെക്കുക. മൊബൈലോ മറ്റ് ബഹളങ്ങളോ ഇല്ലാതെ സ്വന്തം ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞുപോയ ഇന്നലെയെ അവിടെ ഉപേക്ഷിച്ച് ഇതൊരു പുതിയ ദിവസമാണെന്ന് മനസ്സിനെ ഓർമ്മിപ്പിക്കുക. പകൽ സമയത്ത് ചിന്തകൾ എപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകുന്നുവോ അപ്പോഴെല്ലാം സാവധാനം മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. രാത്രി ഉറങ്ങുന്നതിനു മുൻപ് വീണ്ടും സ്വയം ചോദിക്കുക: ഇന്ന് മനസ്സിന്റെ ഭാരം കുറയ്ക്കാൻ ഞാൻ എന്തു ചെയ്തു? സ്വയം തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ പുറം ലോകത്തെ കാര്യങ്ങൾ അത്രമേൽ പ്രധാനമല്ലെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങും. അതാണിതിലെ ഏറ്റവും മനോഹരമായ കാര്യം. പിന്നീട് നിങ്ങൾ എല്ലാ കാര്യത്തോടും അമിതമായി പ്രതികരിക്കില്ല, എല്ലാവരെയും പ്രീണിപ്പിക്കാൻ നോക്കില്ല, എല്ലാ തെറ്റുകളെയും ഹൃദയത്തിലേക്കെടുക്കുകയുമില്ല. ചില കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നത് ദുർബലതയല്ല, മറിച്ച് അതൊരു വലിയ കരുത്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങൾ തകർന്നുപോയവരല്ല, മറിച്ച് ഒന്ന് തളർന്നവരാണെന്ന് ഈ അധ്യായം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ആ തളർച്ച മാറ്റാൻ വേണ്ടത് കൂടുതൽ അധ്വാനമല്ല, ശരിയായ ദിശയിലുള്ള മാറ്റമാണ്. ഈ ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ സന്തോഷം എന്നത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് ഉറവയെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഉള്ളിൽ ശാന്തിയുണ്ടാകുമ്പോൾ ജീവിതം തനിയെ മനോഹരമായി തോന്നിത്തുടങ്ങും. തെളിഞ്ഞ മനസ്സും ഭാരമില്ലാത്ത ജീവിതവും പുതിയൊരു തുടക്കവുമാണ് ഈ പാഠം നമുക്ക് നൽകുന്നത്. അധ്യായം 8: ശാന്തവും കരുത്തുറ്റതുമായ മനസ്സിന്റെ ജീവിതം. ഈ യാത്രയിൽ മാറ്റങ്ങൾ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്ന ഘട്ടമാണിത്. മനസ്സിന്റെ ഭാരം കുറയുന്നു, ചിന്തകളുടെ ബഹളങ്ങൾ അടങ്ങുന്നു, ജീവിതം മുൻപത്തേക്കാൾ വ്യക്തമായി കാണാൻ കഴിയുന്നു. ശാന്തമായ മനസ്സ് എന്നതിനർത്ഥം ജീവിതത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നു എന്നല്ല,
മറിച്ച് പ്രശ്നങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം പ്രശ്നങ്ങളെ നിയന്ത്രിക്കാനുള്ള കരുത്ത് നിങ്ങൾ കൈവരിക്കുന്നു എന്നതാണ്. ഒരിക്കൽ നിങ്ങളെ തളർത്തിയിരുന്ന ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് നിങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ടാകാം. പെട്ടെന്ന് പ്രകോപിതരാകുന്നതിനു പകരം ആലോചിച്ച് മറുപടി നൽകാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഒരുപക്ഷേ ദുർബലമായ മനസ്സിനും കരുത്തുള്ള മനസ്സിനും ഇടയിലുള്ള പ്രധാന വ്യത്യാസവും ഇതുതന്നെയാണ്. ഒന്നിനും തകർക്കാൻ കഴിയാത്ത ഒന്നല്ല കരുത്തുള്ള മനസ്സ്, മറിച്ച് തകർന്നു പോയടത്തുനിന്നും സ്വയം പണിതുയർത്താൻ ശേഷിയുള്ള ഒന്നാണത്. ഉള്ളിലൊരു വ്യക്തത വരുമ്പോൾ നമ്മൾ നമ്മുടെ മൂല്യം അളക്കുന്നത് പുറംലോകത്തെ നോക്കിയല്ല, മറിച്ച് സ്വന്തം തിരിച്ചറിവുകളിലൂടെയാണ്. ആളുകൾ എന്ത് കരുതും എന്ന പേടി പതുക്കെ നിങ്ങളെ വിട്ടുപോകും. കാരണം നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമുണ്ടാകുന്നു. ആ വിശ്വാസമുള്ളിടത്ത് ഭയത്തിന് അധികനേരം നിലനിൽപ്പില്ല. ശാന്തമായ മനസ്സിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങളും ശാന്തമായിരിക്കും. മറ്റുള്ളവർക്ക് മുന്നിൽ ഒന്നും തെളിയിക്കാൻ നിങ്ങൾക്ക് ധൃതിയില്ല. പതുക്കെയാണെങ്കിലും ശരിയായ ദിശയിലാണ് നിങ്ങളുടെ സഞ്ചാരം. എല്ലാ മത്സരങ്ങളിലും ജയിക്കണമെന്നില്ല. നമ്മുടെ ജീവിതം ശരിയായ രീതിയിൽ പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. ആ ചിന്തയാണ് ജീവിതത്തിൽ യഥാർത്ഥ സമാധാനം കൊണ്ടുവരുന്നത്. മനസ്സ് തെളിയുമ്പോൾ നമ്മുടെ ബന്ധങ്ങളിലും ആ വ്യക്തത വരും. മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് കുറയ്ക്കാനും അവരെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾ പഠിക്കും. ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും അതിലുപരി നിങ്ങളോട് തന്നെ സ്നേഹത്തോടെ പെരുമാറാനും നിങ്ങൾക്ക് സാധിക്കുന്നു. എല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിരിക്കുക എന്നതിനേക്കാൾ സത്യസന്ധമായിരിക്കുക എന്നതാണ് വലിയ കാര്യമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. ഈ മാറ്റം കേവലം ചിന്താഗതിയിലെ മാറ്റമല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണുന്ന രീതിയാണ്. ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ പുറംലോകം എത്ര പ്രക്ഷുബ്ധമാണെങ്കിലും നിങ്ങൾക്ക് തളരേണ്ടിവരില്ല. ആ ആന്തരിക ശാന്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. ഇപ്പോൾ നമ്മൾ എത്തിനിൽക്കുന്നത് മനസ്സ് ശാന്തമാവുക മാത്രമല്ല, അസാധ്യമായ കരുത്ത് കൈവരിക്കുകയും ചെയ്യുന്ന ഒരിടത്താണ്. മനസ്സിനെ ശുദ്ധീകരിച്ച ശേഷമുള്ള ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒന്നാണെന്ന് ഇതിനർത്ഥമില്ല. അവിടെയും വെല്ലുവിളികളുണ്ടാകും. പക്ഷേ ആ പ്രതിസന്ധികൾ നിങ്ങളെ തകർക്കില്ല, പകരം നിങ്ങളെ കൂടുതൽ പക്വതയുള്ളവരാക്കും. ഒന്നിനെ പേടിച്ചും നിങ്ങൾ ഒളിച്ചോടില്ല, മറിച്ച് സ്വയം നഷ്ടപ്പെടാതെ എല്ലാറ്റിനെയും നേരിടും. അനാവശ്യമായ ഗൗരവത്തോടെ ഒന്നിനെയും സമീപിക്കാത്ത ഒരു മനസ്സാണ് നിങ്ങൾക്കിപ്പോൾ ഉള്ളത്. എല്ലാ പോരാട്ടങ്ങളും ഏറ്റെടുക്കേണ്ടതില്ലെന്നും ഓരോ കാര്യത്തിനും വിശദീകരണം നൽകേണ്ടതില്ലെന്നും എല്ലാ നഷ്ടങ്ങളെയും ഹൃദയത്തിലേക്കെടുക്കേണ്ടതില്ലെന്നും നിങ്ങൾ പഠിക്കുന്നു. നിങ്ങളുടെ ഊർജ്ജം എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അത് ആവശ്യമില്ലാത്തയിടങ്ങളിൽ ചെലവാക്കാൻ നിങ്ങൾ തയ്യാറാവില്ല. ഒരു വ്യക്തതയുള്ള മനസ്സ് ബാഹ്യമായ സമ്മർദ്ദങ്ങളിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രമാണ്. സോഷ്യൽ മീഡിയയും ചുറ്റുമുള്ള ലോകവും എന്തു പറയുന്നു എന്നതല്ല, നിങ്ങളുടെ ഉള്ളിലെ ദിശസൂചി കാണിച്ചു തരുന്ന വഴിയെ നിങ്ങൾ സഞ്ചരിക്കും. ജീവിതത്തെ കഷണങ്ങളായല്ല, മറിച്ച് മനോഹരമായ ഒരു ചിത്രമായി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പണ്ട് അനുഭവിച്ച വേദനകൾക്കും വീഴ്ചകൾക്കും ഒരു കാരണമുണ്ടായിരുന്നെന്നും ആ നിമിഷങ്ങളാണ് നിങ്ങളെ പാകപ്പെടുത്തിയതെന്നും നിങ്ങൾ തിരിച്ചറിയും. ഭൂതകാലത്തോട് കലഹിക്കാതെ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ടു പോകാം. കാരണം ആ യാത്രയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഈ രൂപത്തിൽ എത്തിച്ചേരില്ലായിരുന്നു. ഓർക്കുക, യഥാർത്ഥ കരുത്ത് വലിയ ശബ്ദങ്ങളിലല്ല, മറിച്ച് ആഴമേറിയ നിശബ്ദതയിലാണ്.